കടൽമണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. പാർലമെന്റ് മാർച്ചിന് മുഖ്യമന്ത്രി പിന്തുണ അറിയിച്ചെന്ന് ടി.എൻ. പ്രതാപൻ പറഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, തീരദേശ മേഖലയുടെ വലിയ ആശങ്കയാണ്, അവരുടെ അന്നം മുട്ടിപ്പോകുമോ എന്നുള്ള ഗൗരവതരമായ ആശങ്കയാണത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തൽ എന്ന് തന്നെയല്ലേ ആ പ്രകടനത്തിൻ്റെ ഉദ്ദേശം, മാർച്ചിൻ്റെ ഉദ്ദേശം? അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, അതായത് മണൽ ഖനനം അത് കേരളത്തിന്റെ തീരത്ത് വേണ്ട എന്ന നിലപാടിലാണ് ഈ കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഇന്നലെ ആണ് ഈ സംഘം ഡൽഹിയിലെത്തിയത്. ഇന്ന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ അടക്കം പിന്തുണ തേടിക്കൊണ്ടാണ് ഈ പാർലമെന്റ് മാർച്ച് ഇപ്പോൾ ജന്തർ മന്ദിറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ KC വേണുഗോപാൽ MP മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ പലയിടങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ഇത്തരം ഖനനം നടത്തിയിട്ടുണ്ട്. ആ രാജ്യങ്ങളുടെ സ്ഥിതി എന്താണെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഇതിൽ നിന്ന് പിന്മാറണം, തീരദേശം ഒന്നാകെ അങ്കലാപ്പിലാണ് എന്ന തരത്തിലായിരുന്നു KC വേണുഗോപാൽ MP ഈ വിഷയത്തിൽ, അതായത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അല്പം മുൻപ് K. സുധാകരൻ MP, അതുപോലെ തന്നെ വേദിയിൽ NK പ്രേമചന്ദ്രൻ MP, ശശി തരൂർ MP, ബെന്നി ബെഹ്നാൻ ഉൾപ്പെടെയുള്ള MPമാരുണ്ട്. ഒപ്പം തീരദേശ MLA മാരും ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാവുകയാണ്. അതായത് ഈ ഖനനം വേണ്ട എന്നുള്ളതാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച കമ്പനി, ആ കമ്പനിയാണ് ഇത്തരത്തിൽ പഠനം നടത്തുന്നത്, പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നത്. അതിലൊരു വിശ്വാസവും വയ്ക്കാൻ കഴിയില്ല. എന്നാൽ ഇനി ഏത് പഠന റിപ്പോർട്ട് വന്നാൽ കൂടിയും ഈ ഖനനം കേരള തീരത്ത് വേണ്ട എന്നതാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യം. എന്തായാലും ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ തീരദേശങ്ങൾ ആശങ്കയിലാണ്, ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ KC വേണുഗോപാൽ MPയോട് ചോദിക്കുന്നുണ്ട്. അത് ഗൗരവതരമായ പ്രശ്നവുമാണ്.